ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 തന്നെ മെഗാ മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ സമീപകാലത്ത് ടർബോ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ മറികടന്ന സിനിമകളെയും ഒപ്പം തന്നെ സിനിമയുടെ കളക്ഷനെയും ഇനി മറികടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സിനിമയും കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 70 കോടി പിന്നിട്ട് ഇപ്പോഴത്തെ 71 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ കരിയറിൽ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ 70 കോടി കളക്ഷൻ പിന്നിടുമ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമ മറികടന്ന സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 10 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 65 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ അങ്ങനെ ടർബോ പിന്നിട്ടിരിക്കുകയാണ്. ശേഷം ലാലേട്ടൻ തന്നെ കാമിയ റോളിലെത്തിയ നിവിൻ പോളി നായകനെത്തിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷനായ 68 കോടിയും ഇപ്പോഴത്തെ ടർബോ പിന്നിട്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ വിജയം നേടിയെടുത്ത സൗബിൻ നായകനെത്തിയ രോമാഞ്ചം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 69 കോടിയാണ്. ആ കളക്ഷനും പിന്നിട്ട ടർബോ എന്ന സിനിമ അങ്ങനെ 70 കോടിയും പിന്നിട്ട് 71 കോടി കളക്ഷൻ മറികടന്നു എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നിൽ മറികടക്കാനായിട്ടുള്ളത് 74-75 കോടി റേഞ്ചിൽ കളക്ഷൻ ഉള്ള പ്രേമം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. എന്തായാലും ആ സിനിമയെല്ലാം തന്നെ മറികടക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടക്കുമോ ടർബോ എന്നാണ് അടുത്തതായിട്ട് പ്രധാനമായിട്ടും നാം ഉറ്റുനോക്കുന്നത്. രണ്ട് സിനിമകളും വ്യത്യസ്ത സിനിമകളാണെങ്കിലും രണ്ട് സിനിമകളുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം ആദ്യ ഷോയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ടർബോ ആണെങ്കിലും ഒരുപോലെ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമകളാണ്. എന്നാൽ ആദ്യ ദിവസം പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മിക്സഡ് അഭിപ്രായങ്ങളിലേക്ക്, അതിൽ വർഷങ്ങൾക്ക് ശേഷം വലിയ ഡിഗ്രേഡിങ്ങിലേക്കും നെഗറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് വരെ പോകുന്ന, ഇപ്പോഴത്തെ ട്രോളുകളിലേക്ക് വരെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതേസമയം ടർബോ എന്ന സിനിമയുടെ കാര്യത്തിൽ മിക്സഡിലേക്ക് സിനിമ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ നെഗറ്റീവ് സിനിമ, ഈ ഒരു സിനിമ മോശം സിനിമ എന്നൊരു അഭിപ്രായം വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ടർബോ എന്ന സിനിമയിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തിനും ക്ലൈമാക്സ് 30 മിനിറ്റിനും വേറെ ലെവൽ അഭിപ്രായങ്ങളാണ് എല്ലായിടത്തു നിന്നും ലഭ്യമായതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി ഫാറ്ററിനാണ് വലിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായത്. വർഷങ്ങൾക്ക് ശേഷം സ്ലോ പേസ് ലാഗുള്ള സിനിമ എന്നൊരു അഭിപ്രായം എല്ലാം തന്നെ നേടിയെടുത്തപ്പോൾ ഇവിടെ ടർബോ എന്ന സിനിമ ഒരു കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ സിനിമയാണ്, എല്ലാതരം ഓഡിയൻസിന് ദഹിക്കുന്ന സിനിമയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ടർബോ എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം ഫൈനൽ കളക്ഷൻ എന്തായാലും മറികടക്കേണ്ടതാണ്. മമ്മൂട്ടിയുടെ സ്റ്റാർഡം കൊണ്ട് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം. 83 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കളക്ഷൻ. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത്? കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാൽ.